നമസ്കാരം. വെള്ളി നക്ഷത്രത്തിലേക്ക് സ്വാഗതം. ഇന്ന് ദിലീപിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ബബ്ബബ്ബയുടെ വിശേഷത്തിലേക്ക്. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനായതിനു ശേഷം ദിലീപ് നായകനായി എത്തുന്ന ആദ്യത്തെ ചിത്രമാണ് ബബ്ബബ്ബ. ഭയം, ഭക്തി, ബഹുമാനം എന്നാണ് ചിത്രത്തിന്റെ മുഴുവൻ പേര് എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രം ഇന്നലെ ഡിസംബർ 18 തിയേറ്ററിൽ റിലീസായിട്ടുണ്ട്. ചിത്രത്തിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പേ ചിത്രത്തെക്കുറിച്ച് ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കാം. എന്താണെന്നല്ലേ? ചിത്രം കാണാൻ പ്രധാനമായും 3 തരത്തിലുള്ള ആളുകളാണ് ഇന്നലെ തിയേറ്ററിൽ എത്തിയിട്ടുള്ളത്. ഒന്ന്, ദിലീപിന്റെ ഏറ്റവും അടുത്ത ദിലീപ് ഫാൻസ്. 2, സിനിമയെ സ്നേഹിക്കുന്ന സിനിമ ഫാൻസ്. മൂന്നാമത് എത്തിയിരിക്കുന്ന മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഈ സിനിമയെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദിലീപിനോട് വിരോധമുള്ള ആളുകൾ. നിങ്ങൾ ഇന്നലെ കണ്ട റിവ്യൂവിലൊക്കെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള കുറെ റിവ്യൂസ് കാണാൻ സാധിക്കുന്നതായിരിക്കും. എന്നാൽ നമ്മളിവിടെ പറയാൻ പോകുന്നത് സിനിമയെക്കുറിച്ചുള്ള വ്യക്തമായ കാര്യങ്ങൾ തന്നെയാണ്. ദർ ഈസ് നോ ലോജിക് എന്ന് പറഞ്ഞതുപോലെ തന്നെ സിനിമ മൊത്തത്തിൽ ലോജിക് ഇല്ലാത്ത കഥയും കഥാപരിസരവും തന്നെയാണ് നമ്മൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ വ്യക്തമായി എന്താണ് സിനിമ എന്ന് നിങ്ങളോട് പറഞ്ഞു തരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞതുപോലെ തന്നെ ചിത്രം ലോജിക് ഇല്ലാത്ത ഒരു മാസ് മസാല ആക്ഷൻ ചിത്രം തന്നെയാണ്. ഒരു ഭ്രാന്തൻ പടം എന്ന് തന്നെ പറയാം. ദിലീപിന്റെ അഴിഞ്ഞാട്ടം തന്നെ സിനിമയിൽ ഉടനീളം നമ്മൾക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ദിലീപിനെ കൂടാതെ മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ഒരു സാധാരണക്കാരായ ഒരു വ്യക്തിയും അയാളുടെ ചെറുപ്പകാലത്ത് അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയൊരു കാര്യവും അതിനെ മുൻനിർത്തിയാണ് ചിത്രം മുന്നോട്ട് പോകുന്നത്. ആദ്യമേ പറയാം, വ്യക്തമായ ഒരു കഥയോ ഒരു കഥാപരിസരമോ ഈ ചിത്രത്തിനില്ല. ചിത്രത്തിന്റെ കൂടുതൽ വിശേഷത്തിലേക്ക്. സംസ്ഥാനത്തെ മുഴുവൻ വിറപ്പിച്ച ഭ്രാന്തന്റെ കഥയാണ് ചിത്രം പറയുന്നത്. അയാളുടെ ഭ്രാന്തമായ ചിന്തകളും സാഹസികതയും നിറഞ്ഞ ലോകത്തേക്കുള്ള യാത്ര കൂടിയാണ് ഈ ചിത്രം. അണിയറ പ്രവർത്തകർ ആദ്യമേ പറഞ്ഞതുപോലെ ഇവിടെ ലോജിക്കിന് ഒരു പ്രാധാന്യവുമില്ല. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ ലോജിക് പ്രതീക്ഷിച്ച് എത്തുന്നവർക്ക് നിരാശ തന്നെയായിരിക്കും സിനിമ നൽകുന്നത് എന്ന് പറയാം. ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ചിത്രത്തിൽ ഒരിടത്ത് പോലും നായക കഥാപാത്രത്തിന്റെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല എന്നതാണ്. സാധാരണക്കാരൻ എന്നാണ് സിനിമയിലുടനീളം അയാളെ അഭിസംബോധന ചെയ്യുന്നത്. കുട്ടിക്കാലത്ത് എപ്പോഴോ അയാളുടെ ജീവിതത്തിൽ നടന്നൊരു സംഭവം, അത് ആ ചെറുപ്പക്കാരന്റെ ജീവിതം എങ്ങനെ മാറ്റിമറിച്ചു എന്നതാണ് കഥയുടെ പ്ലോട്ട് എന്ന് പറയാം. ഇനി സിനിമയിലേക്ക്. ലോജിക് ഇല്ലാത്ത കഥയും കഥാപരിസരവും ആദ്യം പ്രേക്ഷകന് ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിന്നീട് സിനിമയുടെ മൂഡിലേക്ക് കാഴ്ചക്കാരനും മാറും. ആദ്യമേ പറയാം, ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ചിത്രമാണ്. തിയേറ്ററിൽ കാണുക, ആസ്വദിക്കുക, മറക്കുക, തിരിച്ചു പോരുക. അതിൽ കൂടുതൽ ഒന്നും തന്നെ ഇല്ല. വലിയ പ്രതീക്ഷ വെച്ച് ഈ സിനിമ കാണാൻ നിങ്ങൾ ആരും പോകരുത് എന്നാണ് ആദ്യമേ പറയാനുള്ളത്. ചിറകൊടിഞ്ഞ കിനാവ് എന്ന കുഞ്ചാക്കോ ബോബൻ ചിത്രം പോലെ ഇത് അല്പം മാസായ ഒരു സ്പൂഫ് എന്റർടൈനർ ഗണത്തിൽപ്പെടാവുന്ന ചിത്രമാണ്. കലാഭവൻ മണിയുടെ സോന സോന എന്ന പാട്ടിനൊത്തുള്ള ആക്ഷൻ സീൻ മികച്ച ഇന്റർവെൽ പഞ്ച് സിനിമയ്ക്ക് നൽകുന്നുണ്ട്. പഴത്തൊലിയിൽ ചവിട്ടി വീഴുന്ന ആ പഴയ കോമഡി ക്ലീശകളെ പുറത്തെറിയാൻ ദിലീപ് ഇത്തവണ ശ്രമിച്ചുവെങ്കിലും പിന്നീട് അവിടെ തന്നെ നിൽക്കുന്നത് പോലെ തന്നെ ഒരു തോന്നൽ നമ്മൾക്ക് ഉണ്ടാക്കുന്നു. മോഹൻലാലാണ് ഈ സിനിമയിലേക്ക് പ്രേക്ഷകരെ ആകർഷിച്ച മറ്റൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത്. ഗില്ലി ബാല എന്ന കഥാപാത്രമായി മോഹൻലാൽ എത്തിയത്, സത്യം പറഞ്ഞാൽ അങ്ങേരുടെ വരവോടുകൂടി തിയേറ്റർ പൂരപ്പറമ്പാവുകയായിരുന്നു. അത്രയ്ക്ക് എനർജറ്റിക് ആയിട്ടാണ് അദ്ദേഹം ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ആരാധകർക്ക് ആഘോഷിക്കാൻ വേണ്ടി മീശ പിരിക്കലും മുണ്ട് മടക്കി കുത്തലും മുണ്ട് പറിച്ചടിയുമായി ഒരു ഫുൾ പാക്കേജ് തന്നെ ചിത്രത്തിൽ ഒരുക്കിയിരിക്കുന്നു. മോഹൻലാൽ ദിലീപ് കോംബോ രംഗങ്ങൾ ഈ സിനിമയിൽ നന്നായി തന്നെ ഉപയോഗിക്കാൻ സംവിധായകന് സാധിച്ചിട്ടുമുണ്ട്. ഗാനങ്ങളൊക്കെ തിയേറ്ററിൽ വലിയ മോശം ഇല്ല എന്ന് തോന്നി. നൂറിൻ ഷെരീഫും ഭർത്താവ് സഫറും ചേർന്ന് എഴുതിയ തിരക്കഥയ്ക്ക് സിനിമയിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ ഇല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ തിരക്കഥയുടെ ഒരു ലോജിക്കിലല്ല സിനിമ പോകുന്നത് എന്ന് പറയാം. ആദ്യമേ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് ഒരു കഥയോ അല്ലെങ്കിൽ ഒരു കഥാതന്തുവോ ഒന്നും ചിത്രത്തിനില്ല. എന്നാൽ ചെറിയൊരു പ്ലോട്ട് വെച്ചിട്ട് സിനിമ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് മാത്രം. തിരക്കഥയെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. വിനീതിന്റെയും ധ്യാനിന്റെയും അസിസ്റ്റന്റായി പ്രവർത്തിച്ച ധനഞ്ജയുടെ ആദ്യ സിനിമ. നോ ലോജിക്,
ഒൺലി മാഡ്നസ് എന്ന ടാഗ്ലൈനോട് 100% നീതി പുലർത്തിയ മേക്കിംഗ്. കഥയില്ലെങ്കിൽ പോലും 2.5 മണിക്കൂർ സിനിമയെ എൻഗേജ് ചെയ്ത് കൊണ്ടുപോകാൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇനിയും ഇത്തരത്തിലുള്ള നല്ല നല്ല സിനിമകൾ ചെയ്യാൻ സാധിക്കും. നല്ല സിനിമകൾ ചെയ്യാനുള്ള ഒരു കഴിവുള്ള വ്യക്തിയാണെന്ന് അദ്ദേഹം ഈ ഒരൊറ്റ സിനിമയിലൂടെ തന്നെ തെളിയിച്ചു കഴിഞ്ഞു. മോഹൻലാൽ ഉൾപ്പെടെയുള്ള താരങ്ങൾ പറയുന്ന സെൽഫ് ട്രോളുകൾ രസകരമായി തന്നെ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെന്റെ ആശാന, ഞാൻ ആപത്തിൽ പെടുമ്പോഴൊക്കെ രക്ഷിക്കാനെത്തുന്ന എന്റെ ആശാൻ എന്ന് ഗോകുലം ഗോപാലൻ അവതരിപ്പിച്ച കഥാപാത്രത്തെ നോക്കി മോഹൻലാൽ പറയുന്നുണ്ട്. ഇത് എമ്പുരാൻ എന്ന സിനിമയുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കലൈ കിങ്സണും സുപ്രീം സുന്ദറാണ് ആക്ഷൻ രംഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ശരാശരി ആവറേജിൽ പോകുന്ന ആക്ഷൻ രംഗങ്ങളാണ്. മാസ് മസാല ആക്ഷൻ രംഗങ്ങൾ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇടവേളയ്ക്ക് തൊട്ടു മുമ്പുള്ള പോലീസ് ഫൈറ്റ് അത്യാവശ്യം മികച്ച രീതിയിൽ തന്നെ കൊറിയോഗ്രാഫി ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നാൽ ക്ലൈമാക്സ് ഫൈറ്റ് അത്ര പോരാ എന്ന് തന്നെ പറയാം. സത്യം പറഞ്ഞാൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന രീതിയിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു വൺ ടൈം വാച്ചബിൾ സിനിമയാണ് ബബ്ബബ്ബ. നിങ്ങൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക.